ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 മാത്സിലെ 11th ചാപ്റ്ററായ ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ ഹൗ മച്ച് ഇൻ എ ബാഗ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ബോട്ടിൽ എത്ര കൊള്ളും, അതുപോലെ സഞ്ചിയിൽ എത്ര കൊള്ളും എന്നുള്ളതാണല്ലേ. അപ്പോൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ബോട്ടിൽ എന്താ സാധാരണ നമ്മൾ ഒഴിക്കൽ, നല്ല വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ബോട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക സാധാരണ നമ്മളാക്കൽ? പാല്, വെളിച്ചെണ്ണ, വെള്ളം, അങ്ങനത്തെ ഈ ലിക്വിഡ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് എന്ത് ബോട്ടിലിൽ നമ്മൾ ഒഴിക്കാറുള്ളത് അല്ലേ. പിന്നെ അതുപോലെ ബാഗിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ ഇതാക്കൽ? അരി, പിന്നെന്താണ് അങ്ങനത്തെ സോളിഡ് ആയിട്ടുള്ള ഐറ്റംസാണ് അല്ലേ. അതായത് അരി ഉണ്ടാവും, പിന്നെന്താ പഞ്ചസാര, ചായപ്പൊടി, പിന്നെന്താ പുസ്തകം, ബോക്സ്, പിന്നെന്താ വീട്ടിലത്തെ സാധനങ്ങൾ തന്നെ ഇത് ആൾക്കാരുള്ള പല ഐറ്റംസുകളൊക്കെ എന്താ നമ്മൾ സഞ്ചിയിലാണ് വെക്കുക അല്ലേ. ലിക്വിഡ് അല്ലാത്ത ഐറ്റംസൊക്കെ എന്താണ് നമ്മൾ സഞ്ചിയിലാണ് വെക്കുക അല്ലേ. മുളക് പൊടി, മഞ്ഞപ്പൊടി എക്സെട്ര. ഓക്കെ, ഇത് നോക്കാം. ഇവിടെ നോക്കുക, ഇനി ഇവർ കുപ്പിയിൽ കളിക്കുകയാണ് അല്ലേ. വെള്ളം പാസ് ചെയ്ത് കളിക്കുക അല്ലേ. ബക്കറ്റിൽ നിന്ന് എടുത്തിട്ട് വെള്ളം എന്താക്കുകയാണ്, പാസ് ചെയ്ത് ഒരു കുപ്പിയിൽ നിറയ്ക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വാട്ടർ റിലേ ആണ് അല്ലേ. സീ ദ പിക്ചർ ഓൺ പേജ് 159. ഇതാണ് 159 ചിത്രം അല്ലേ. അത് കണ്ടില്ലേ. ലെറ്റ് us ഓൾസോ പ്ലേ ദിസ് ഗെയിം. നമുക്ക് ആ ഗെയിം കളിക്കുക. ദ ഗ്രൂപ്പ് വിച്ച് വൺ, ഏത് ഗ്രൂപ്പാണ് ഇടുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ലജൂസ് ക്ലാസ് പ്ലേഡ് ദിസ് ഗെയിം ഇൻ ഗ്രൂപ്പ്സ്. ലജുവിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഗ്രൂപ്പായി കളിച്ച ഒരു കളിയാണിത് അല്ലേ. വാട്ടർ കളക്റ്റഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് വാസ് poured into glasses. See the picture. അപ്പം ഇവർ കളിച്ചപ്പോൾ അവരൊരു കുപ്പിയിൽ നിറച്ചില്ലേ. ആ കുപ്പിയിലുള്ളത് എന്താക്കി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെച്ച് അത് വെള്ളം കളക്ട് ചെയ്തു. ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എന്താക്കി കളക്ട് ചെയ്തു അല്ലേ. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സീ ദ പിക്ചർ നോക്കൂ. ഇത് ഗ്രൂപ്പ് 1, ഇത് ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 അല്ലേ. അപ്പോൾ വിച്ച് ഗ്രൂപ്പ് ഓഫ് ലജൂസ് ക്ലാസ് 1, ഏത് ഗ്രൂപ്പാണ് ലജുവിൻ്റെ ക്ലാസ്സിലുള്ള ഏത് ഗ്രൂപ്പാണ് വിജയിച്ചത്? കൂടുതലുള്ള ആരുതാണ് നോക്കൂ, ഗ്രൂപ്പ് 5 അല്ലേ. അപ്പോൾ ഗ്രൂപ്പ് 5 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താക്കുക അവിടെ ഗ്രൂപ്പ് 5 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് 5 അല്ലേ. ഇവിടെ ഗ്രൂപ്പ് 5 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് വാട്ടർ ബെല്ലാണ് കേട്ടോ. ഡിഡിൻ യു ഹിയർ ദ വാട്ടർ ബെൽ? എവരി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ. നിങ്ങളെല്ലാവരും കേട്ടില്ലേ വാട്ടർ ബെൽ അടിക്കുന്നത്? എല്ലാവരും എന്താക്കുക, കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞില്ലേ. നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇനി എന്താക്കുക, വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുക. നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽ. ഇനി വാട്ടർ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാനാണ് ടീച്ചർ പറയുന്നത് അല്ലേ. വാട്ടർ ബോട്ടിൽ കേട്ടല്ലോ, എല്ലാവരും വെള്ളം കുടിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത്. ഇനി ഒഴിഞ്ഞ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കുക അല്ലേ. ഏറ്റവും കൂടുതൽ വെള്ളം നിറയ്ക്കാൻ കഴിയുന്ന വാട്ടർ ബോട്ടിൽ ആരുടേതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ? എത്ര ഗ്ലാസ് വെള്ളം നിറയ്ക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹുസ് വാട്ടർ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ. ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്ന വാട്ടർ ബോട്ടിൽ ആരുതാന്നാണ് ചോദിച്ചത് നിങ്ങളുടെ ക്ലാസ്സിൽ. അതുപോലെ ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്, എത്ര ഗ്ലാസ് വെള്ളം അതിൽ കൊള്ളുന്നാണ് ചോദിച്ചത്. ഓക്കെ, ദെൻ നോക്കൂ, ഹൗ മച്ച് ഇൻ ദ ബോട്ടിൽ. ഇനി എത്ര മാത്രം വെള്ളം കൊള്ളുന്നതാണ് ബോട്ടിൽ. ബോട്ടിലുകൾ കണ്ടില്ലേ. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ, ഡ്രോ സർക്കിൾ അറൗണ്ട് ഇറ്റ്. ഈ ബോട്ടിലിൽ ഏതാണ് കൂടുതൽ വെള്ളം കൊള്ളുന്ന ബോട്ടിൽ? ഏതാണ് ഇതിൽ? ഏത് കുപ്പിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? കുപ്പിക്ക് ചുറ്റും വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും വെള്ളം കൊള്ളുന്നത്? നമ്പർ 2 ആണ് അല്ലേ. അപ്പോൾ നമ്പർ 2ൻ്റെ അവിടെ നിങ്ങൾ വട്ടം വരയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതാണ്? ഇത് അല്ലേ. അപ്പോൾ ഇത് വട്ടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് വിച്ച് ബോട്ടിൽ വുഡ് ഹോൾഡ് ലീസ്റ്റ്. ഇനി കുറവ് വെള്ളം കൊള്ളുന്ന ഏതാണ്? കുറവ് വെള്ളത്തിൽ ഏതാണ് നോക്കിയേ, ഏതാണ്? ഇത് ചെറുത് അല്ലേ, നമ്പർ 5 ആണ് അല്ലേ. അപ്പോൾ അതിനെന്താണ് നിങ്ങൾ സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇത് സ്ക്വയർ വരയ്ക്കുക. കണ്ടോ, ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം എന്താ? ഈ കുട്ടി പറയാണല്ലേ, മോം സെഡ് മൈ ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1 ലിറ്റർ ഓഫ് വാട്ടർ. എൻ്റെ അമ്മ പറഞ്ഞ എന്താണ്? എൻ്റെ ബോട്ടിലിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് പറഞ്ഞത് അല്ലേ. ഹൗ അബൌട്ട് മെഷറിങ് ദ വാട്ടർ ടു സീ ഇഫ് ഇറ്റ്സ് ആക്ച്വലി എ ലിറ്റർ. അപ്പോൾ എങ്ങനെയാണ് എന്താണ് വെള്ളത്തിന് മെഷർ ചെയ്യുക? ഈ എന്താണ് ഈ ആക്ച്വലി എ ലിറ്റർ നമുക്ക് എങ്ങനെയാണ് വെള്ളത്തിന് മെഷർ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കുപ്പിയിലെ വെള്ളം 1 ലിറ്റർ ആണോ എന്ന് അളന്ന് നോക്കിയാലോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ
നിങ്ങളുടെ കുപ്പിയിലെ വെള്ളം ഒന്ന് അളന്ന് നോക്കിയാലോ എന്നാണ് ടീച്ചർ ചോദിച്ചത് അല്ലേ. തിങ്സ് വി ബൈ, സാധനങ്ങൾ വാങ്ങുന്നത്. വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ. 1 ലിറ്ററിൽ വാങ്ങുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ലിറ്ററിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ലിറ്ററിൽ വാങ്ങുന്ന സാധനങ്ങൾ? കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ അല്ലേ. പിന്നെയോ മിൽക്ക്, പാല് അല്ലേ. പിന്നെയോ തൈര് അല്ലേ, കേട്, CURD കേട്. പിന്നെയോ പിന്നെന്താ വാങ്ങുക? അപ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, മിൽക്ക്, പാല്, കേട്, തൈര്, ഹണി, തേന്, ഓയിൽ, നമ്മൾ ഓയിൽ വാങ്ങലുണ്ട്. അതുപോലെ വിനേഗർ, സുർക്ക അല്ലേ. ഇതൊക്കെ ഒരു ലിറ്ററിലൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിയിലാണ് വാങ്ങൽ അല്ലേ. അപ്പം ഈ വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കുപ്പിയിൽ വാങ്ങുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലിറ്ററിലൊക്കെയാണ് വാങ്ങൽ അല്ലേ. ഓക്കെ, കുപ്പിയിൽ നിന്നല്ല, ഇത് വേണമെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ വാങ്ങാം അല്ലേ. അല്ല, ഞാനൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലിറ്ററിൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, വെള്ളം പോലുള്ള സാധനങ്ങളൊക്കെയാണ് ലിറ്ററിൽ വാങ്ങൽ, ലിക്വിഡ് പോലുള്ള ഐറ്റംസ്. ഓക്കെ, ദെൻ അടുത്ത ലെറ്റ്സ് മെഷർ ആൻഡ് ഫിൽ. നമുക്ക് മെഷർ ചെയ്ത് ഫില്ല് ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ. യൂസ് മെഷറിംഗ് ജാർസ് ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. യൂസ് മെഷറിംഗ് ജാർസ്. നിങ്ങൾ മെഷറിംഗ് ജാർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. നിങ്ങളുടെ ബോട്ടിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എ മെഷറിംഗ് ജാർ. അപ്പോൾ കുട്ടി പറയുകയാണല്ലേ, എനിക്ക് മെഷറിംഗ് ജാർ ഇല്ല എന്ന് പറഞ്ഞു. അളക്കുവാനല്ലേ, അളക്കാൻ നിറയ്ക്കാനാണ്. എത്ര അളവ് പാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ എത്ര വെള്ളം നിറയ്ക്കാമെന്ന് നോക്കാനല്ല. അപ്പോൾ ഈ കൊച്ചെന്താ പറയുന്നത്? എനിക്ക് അളവ് പാത്രം ഇല്ല എന്നാണ് കുട്ടി പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അളവ് പാത്രം ഉണ്ടാക്കിയാലോ? എങ്ങനെ അളവ് പാത്രം ഉണ്ടാക്കുക? ലെറ്റ്സ് മേക്ക് മെഷറിംഗ് ജാർ. Make your own measuring jars of 1 liter, 500 milliliter and 250 milliliters out of used bottles. Mark 100 milliliter and 50 milliliters also on the 200 milliliter vessel. What are the things we buy in quantities less than a liter? Milliliter is a smaller measure than a liter. അപ്പോൾ ഈ മില്ലിലിറ്റർ ആണല്ലോ ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഈ ലിറ്ററിനേറ്റം കുറവുള്ള ഒരു മെഷറാണ് മില്ലി ലിറ്റർ എന്ന് പറഞ്ഞത്. ഓക്കെ, ലിറ്ററിനേറ്റാലും കുറവുള്ള ഒരു മെഷറാണ് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. ലിറ്ററിനേക്കാൾ ചെറിയ അളവാണ് മില്ലി ലിറ്റർ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒഴിഞ്ഞ കുപ്പികൾ ഉപയോഗിച്ച് അളവ് പാത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് എന്താക്കാം? 1 ലിറ്റർ, 500 മില്ലിലിറ്റർ, 200 മില്ലിലിറ്റർ അളവ് പാത്രം ഉണ്ടാക്കുക. 200 മില്ലിലിറ്റർ പാത്രത്തിൽ 100 മില്ലിലിറ്റർ, 50 മില്ലിലിറ്റർ എന്നീ അളവുകൾ കൂടി അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ലിറ്റർ കുപ്പികളുണ്ടാവും നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ. അപ്പോൾ ആ കുപ്പികളൊക്കെ ഉപയോഗിച്ച് എന്താക്കുക? 1 ലിറ്ററിനും 500 മില്ലിലിറ്ററിൻ്റെ കുപ്പിയും അതുപോലെ 200 മില്ലിലിറ്ററിൻ്റെ അളവ് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, ആ 200 മില്ലിലിറ്റർ നമ്മൾ ഉണ്ടാക്കിയാൽ എന്താക്കുക? 100 മില്ലിലിറ്റർ, 50 മില്ലിലിറ്റർ എന്ന അളവുകൾ കൂടി അടയാളപ്പെടുത്തുക. 1 ലിറ്ററിൽ കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? 1 ലിറ്ററിൽ കുറഞ്ഞ അളവ് കുറഞ്ഞ അളവിൽ വാങ്ങുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അവയുടെ അളവ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനം പാല് നമുക്ക് 1 ലിറ്ററിൽ കുറവാണ് അധികം ആൾക്കാർ വാങ്ങുക അല്ലേ. അപ്പോൾ 500 മില്ലിലിറ്റർ എന്ന് പറയാം അല്ലേ. ഇനി പാല് 250 മില്ലിലിറ്റർ വാങ്ങുന്നവരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പാല് 250 മില്ലിലിറ്റർ അല്ലെങ്കിൽ 500 മില്ലിലിറ്റർ എന്ന് എഴുതാം. ഓക്കെ, പിന്നെ വെളിച്ചെണ്ണ നമ്മൾ 500 തന്നെ വാങ്ങല് അല്ലേ. ഓക്കെ, പിന്നെ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് 1 ലിറ്റർ 2 ലിറ്ററൊക്കെ വാങ്ങൂല, 5 ലിറ്ററൊക്കെ വാങ്ങുന്നുണ്ട്. സാധാരണ ഇതായിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ 500 മില്ലിലിറ്ററൊക്കെയാണ് വാങ്ങുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിന്നെ കോക്കനട്ട് ഓയിൽ 100 മില്ലിലിറ്റർ. നോക്കൂ, കോക്കനട്ട് ഓയിൽ 250 മില്ലിലിറ്റേഴ്സ് അല്ലേ, 250 മില്ലിലിറ്റേഴ്സ് ആണല്ലേ. ഈ മില്ലിലിറ്ററിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് ML എന്ന് എഴുതാം കേട്ടോ. കണ്ടോ, ML ഷോർട്ടായിട്ട്. ലിറ്ററിനെയോ L എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, മില്ലിലിറ്ററിനെ ML എന്നും ലിറ്ററിനെ L എന്നും എഴുതാം കേട്ടോ. ഇനി കോക്കനട്ട് ഓയിലിന് 250 മില്ലിലിറ്ററാണ് നമ്മൾ വാങ്ങുന്നത്. പിന്നെ നിങ്ങളെ വീട്ടിൽ വേറെ എന്തൊക്കെയാണ് വാങ്ങുന്നത്? സാധാ ഓയിൽ വാങ്ങുന്നുണ്ടാവും അല്ലേ. ആ സാധാ ഓയിൽ വാങ്ങുന്നത് എത്രയാണ്? അതും എത്ര? 500 ml ആയിരിക്കും അല്ലേ. 500 മില്ലിലിറ്റർ. നമുക്ക് ഇനി മില്ലിലിറ്ററിന് ML ഇല്ല കേട്ടോ. ഓക്കെ, ഇനി സാധാ ഓയിൽ, കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും സാധാ ഓയിലും ഉണ്ടല്ലോ. സൺഫ്ലവർ ഓയിലൊക്കെ വാങ്ങുന്നില്ലേ, അതാണ് ഇവിടെ ഇത് കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് എഴുതാം നിങ്ങൾ വേറെ എന്തൊക്കെ വാങ്ങുന്നുണ്ട് ഓയിൽ ഐറ്റംസ് ഒന്നും നോക്കി വിട്ട് അന്വേഷിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം അടുത്ത് എന്താ നോക്കിയേ. അപ്പോൾ ഇവിടെ പറയുന്നത് മില്ലിലിറ്ററിന് ML എന്നും ലിറ്ററിന് L എന്നും പറഞ്ഞ് എഴുതുക കേട്ടോ, സ്മോൾ ലെറ്റർ. ഓക്കെ, ഹൗ മച്ച് വാട്ടർ, ഇനി എത്ര വെള്ളം എന്നുള്ളതാണ് അല്ലേ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് പെർ ഡേ?
മെഷർ ആൻഡ് റൈറ്റ്. ഒരു ദിവസം നിങ്ങൾ എത്ര വെള്ളം കുടിക്കുന്നുണ്ട് മെഷർ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് എന്താക്കണം, നന്നായി വെള്ളം കുടിക്കണം അല്ലേ. അപ്പം നിങ്ങൾ കുടിക്കുന്ന വെള്ളം എത്രയാണ്, 1 ലിറ്റർ ആണെങ്കിൽ 1 ലിറ്റർ എന്ന് എഴുതുക, 2 ലിറ്റർ ആണെങ്കിൽ 2 ലിറ്റർ എന്ന് എഴുതുക. ഇനി 500 ml ആണെങ്കിൽ 500 ml എന്നൊക്കെ എഴുതുക കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ എത്രയാണോ കുടിക്കുന്നത് അത് എഴുതുക. ഗസ് ഹൗ മച്ച് വാട്ടർ ദ വേരിയസ് വെസൽ ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. ഗസ് ചെയ്യുക, ഹൗ മച്ച് വാട്ടർ എത്ര വെള്ളം വേരിയസ് വെസൽ ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. എന്താണ്, നിങ്ങളുടെ അളവ് പാത്രം ഉപയോഗിച്ച് വീട്ടിലെ വിവിധ പാത്രങ്ങളിൽ എത്ര വെള്ളം കൊള്ളുമെന്ന് ഊഹിച്ച് അളന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അളവ് പാത്രം ഉണ്ടല്ലോ, നിങ്ങൾ ഉണ്ടാക്കിയ അളവ് പാത്രം, അതിൽ എത്ര വെള്ളം കൊള്ളുന്നു, അതായത് ഈ പാത്രങ്ങളിലൊക്കെ എത്ര വെള്ളം കൊള്ളുന്നു, ആ ഇതിനോട് അളവ് പാത്രത്തിനോട് അളന്നാൽ എത്ര കൊള്ളുന്നു എന്ന് ഊഹിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ എന്താക്കുക, ചായ ഗ്ലാസ്സിൽ എത്ര വെള്ളം കൊള്ളും ഊഹ എഴുതുക, പിന്നെ അളവ് എഴുതുക. കപ്പിൽ അതുപോലെ എത്ര കൊള്ളും നോക്കുക. പിന്നെ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിൽ എത്ര വെള്ളം കൊള്ളും, ബക്കറ്റിൽ എത്ര കൊള്ളും, മഗ്ഗിൽ എത്ര കൊള്ളും. ഓക്കെ, ടീ ഗ്ലാസ് പറഞ്ഞാൽ എന്താണ്, ഗ്ലാസ് അല്ലേ. പിന്നെ കപ്പിൽ എത്ര കൊള്ളുന്നു ഗസ് ചെയ്ത് ഊഹിച്ച് എഴുതുക. അവിടെ ആക്ച്വൽ മെഷറും ഇവിടെ എഴുതുക. ടീ പോട്ട് എത്ര കൊള്ളുന്നു, അതുപോലെ ആക്ച്വൽ മെഷർ എത്ര എന്ന് എഴുതുക. ഓക്കെ, ഊഹിച്ച് എഴുതാണ് ആദ്യം പറയുന്നത്. ഗസ് പറഞ്ഞാൽ ഊഹിച്ച് എഴുതുക. ബക്കറ്റിൽ എത്ര കൊള്ളും, മഗ്ഗിൽ എത്ര കൊള്ളും, റൈസ് പോട്ട് എത്ര കൊള്ളുന്നുള്ളത് ഊഹിച്ച് എഴുതുക. ആക്ച്വൽ മെഷറും കൂടെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി ഏതൊക്കെ പാത്രം ഉണ്ട് അതിലൊക്കെ എത്ര കൊള്ളുന്നു ഊഹിച്ച് എഴുതുക, ഗസ് ചെയ്ത് എഴുതുക, പിന്നെ മെഷർ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, മിൽക്ക് സൊസൈറ്റിയാണ് കേട്ടോ, മിൽമാൻ്റെ ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ലജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദ സൊസൈറ്റി. ലജുവിൻ്റെ അച്ഛൻ എന്താണ്, മിൽക്ക് സൊസൈറ്റിയിൽ പാല് കൊടുക്കുകയാണ് അല്ലേ. ഓക്കെ, ഇറ്റ് വാസ് മെഷേർഡ് 2 times with a 2 liter vessel and once with a 1 liter vessel. എന്താ അവിടെ പറഞ്ഞത്, ലജുവിൻ്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാൽ കൊടുത്തു അല്ലേ. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 times ആണ് ഇത് പാലളന്നത് അല്ലേ. പിന്നെ 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. ലജുവിൻ്റെ അച്ഛൻ സൊസൈറ്റി എത്ര ലിറ്റർ പാലാണ് കൊടുത്തത് നോക്കൂ, 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു അല്ലേ. 2 ലിറ്റർ 2 തവണ, അപ്പം 2 + 2 അല്ലേ. നോക്കൂ എന്താണ്, 2 ലിറ്റർ വെസലിൽ 2 times ആണ് അല്ലേ. അപ്പം 2 ലിറ്റർ ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ് എത്ര ആയിരിക്കും, 2 ലിറ്ററിൽ 2 പ്രാവശ്യം അല്ലേ നോക്കിയേ. അപ്പോൾ 2 ലിറ്ററിന് 2 പ്രാവശ്യം ആകുമ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്. അപ്പോൾ 2 ലിറ്ററിന് ഞാൻ പറഞ്ഞു നോക്കൂ, അപ്പോൾ 2 ലിറ്ററിൻ്റെ 2 പ്രാവശ്യം അല്ലേ, അപ്പോൾ 2 + 2 അല്ലേ. പിന്നെയോ വൺസ് വിത്ത് എ 1 liter വെസൽ, പിന്നെ 1 ലിറ്ററിന് ഒരു പ്രാവശ്യം അല്ലേ. അപ്പോൾ +1. അപ്പോൾ എത്ര പാലായി നോക്കൂ, 2 + 2 4 4 + 1 5 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക, അവിടെ 5 ലിറ്ററാണ് അല്ലേ വരുന്നത്. ഇവിടെ എഴുതട്ടെ നിങ്ങൾ, ഇവിടെ 2 + 1 = 5 ലിറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഇങ്ങനെ എഴുതാന്നുള്ളത് കേട്ടോ. 5 ലിറ്ററാണേ, നമുക്ക് ഷോർട്ടാക്കി എല്ലാം എഴുതാം അല്ലേ. ഓക്കെ, ദെൻ 2 liters ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ്. അപ്പോൾ 2 ലിറ്ററിന് 2 പ്രാവശ്യം എത്ര കിട്ടും, 4 അല്ലേ. അതാണ് ഇവിടെ പറയുന്നത് അല്ലേ, 4 4 ലിറ്റർ. ദെൻ 1 ലിറ്റർ ക്യാൻ ഫിൽഡ് വൺസ് മേക്സ്. അപ്പോൾ 1 ലിറ്ററിന് ഒരു പ്രാവശ്യം എന്താക്കിയാലോ 1 അല്ലേ. ദെൻ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് എത്രയാണ്, 5 അല്ലേ. 4 + 1 എത്രയാണ്, 5 അല്ലേ. അപ്പോൾ 5 ലിറ്റർ. ഓക്കെ, 5 ലിറ്റർ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ മലയാളത്തിലും ഇങ്ങനെ തന്നെ എഴുതാം കേട്ടോ. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ 4 ലിറ്റർ, 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണ അളന്നാൽ 1 ലിറ്റർ, പാലിൻ്റെ അളവ് 5 ലിറ്റർ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് അതിൽ പറയുന്നത് നോക്കൂ, എന്താണ്, ആഫ്റ്റർ ലജുസ് ഫാദർ ദ നെക്സ്റ്റ് ഇൻ ലൈൻ വാസ് ജാനകി അഞ്ച്. ലജുവിന് അച്ഛൻ കഴിഞ്ഞ ശേഷം അടുത്ത ആരാണ്, ജാനകി ചേച്ചിയാണല്ലേ, ജാനകി ആൻറ്റിയാണല്ലേ. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ് 1 liter ക്യാൻ ഫിൽഡ് 3 times ആൻഡ് 200 milliliters ക്യാൻ ഫിൽഡ് 2 times. ഹൗ മച്ച് മിൽക്ക് ഡിഡ് ജാനകി ഓൺ സെൽ. അപ്പോൾ എന്താണ്, അടുത്ത് ജാനകി ചേച്ചിയാണ്. അപ്പോൾ എന്താണ്, ജാനകി ആൻറ്റിയാണ് അല്ലേ. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ്, മിൽക്ക് മെഷർ ചെയ്ത് എങ്ങനെയാണ്, 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം. 3 പ്രാവശ്യം 1 ലിറ്ററിൻ്റെ പറയുമ്പോൾ എത്രയായി, 1 ലിറ്ററിൻ്റെ 3 times പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കൂ, 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം അല്ലേ.
അപ്പം 1+1+1. ഓക്കെ. ദെൻ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, പ്ലസ് 1 ലിറ്ററിൻ്റെ 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 1+1+1 ചെയ്തു അല്ലേ. ഇനി 200 ml ആണ് അല്ലേ. 200 ml എത്രയാണ്, 2 പ്രാവശ്യം. അപ്പോൾ 200 + 200 ml ആണ്. മറ്റൊക്കെ ലിറ്റർ ആണ് കേട്ടോ. 1 ലിറ്ററിൻ്റെ 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ പ്ലസ് ഇനിയാ 200 ml 2 ടൈംസ് ആണല്ലേ. അപ്പോൾ 200 ml പ്ലസ് എത്ര പ്രാവശ്യം, 2 പ്രാവശ്യം അല്ലേ. അപ്പോൾ 200 ml. ഓക്കെ. അപ്പോൾ അത്രയാണ് അല്ലേ. അപ്പോൾ ലിറ്ററും ml ആണ് വരുന്നത് അല്ലേ. ലിറ്റർ വലുതാണല്ലോ. അപ്പോൾ ലിറ്ററിനെ ലിറ്റർ ആയിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ എത്ര ലിറ്റർ ആണ് വരുന്നത്, 3 പ്രാവശ്യം അല്ലേ. 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ എത്ര, 1 + 1 2, 2 + 1 3. അപ്പോൾ 3 ml അല്ലേ. അപ്പോൾ അവിടെ എന്താക്കുക നമ്മളത് 3 ലിറ്റർ എഴുതുക. ഓക്കെ, 3 ലിറ്റർ. ഓക്കെ, 3 ലിറ്റർ ആണ് എന്ത് വരുന്നത്. പിന്നെ എന്താണ് മില്ലി ലിറ്ററിൻ്റെ ഇവിടെ വരുന്നുണ്ടല്ലോ. 200 200 എത്രയാണ്, 200 + 200 എത്രയാണ്, 400 അല്ലേ. അപ്പോൾ നമ്മൾക്ക് 400 എന്ന് എഴുതാം. ഓക്കെ, 400 മില്ലി. അപ്പോൾ 3 ലിറ്റർ 400 ml ആണ് എന്ത് ഈ ജാനകി ചേച്ചി കൊടുത്തത് അല്ലേ. ഓക്കെ. ദെൻ എന്താണ് അവിടെ അടുത്ത ചോദ്യം വരുന്നത്, എത്രയാന്ന് നോക്കിയേ. മലയാളക്കാർക്ക് വന്നത് ലജുവിൻ്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണ. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണ അല്ലേ. അപ്പോൾ 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ അല്ലേ. പിന്നെ 200 ml പാത്രം കൊണ്ട് 2 തവണ. 200 + 200 അല്ലേ. അങ്ങനെ പാലളന്ന് ചോദിച്ചു. അപ്പോൾ ജാനകി ചേച്ചി എത്ര ലിറ്റർ പാൽ കൊടുത്തു എന്നാ. അപ്പോൾ ലിറ്ററിനെ ലിറ്ററാക്കി തന്നെ നമ്മൾ കൂട്ടുക കേട്ടോ. 1 ലിറ്റർ പ്ലസ് 1 ലിറ്റർ 2 ലിറ്റർ, 2 ലിറ്റർ പ്ലസ് 1 ലിറ്റർ 3 ലിറ്റർ. അപ്പോൾ 3 ലിറ്റർ. പിന്നെ 200 ml മില്ലി ലിറ്ററിനെ വേറെ തന്നെ കൂട്ടുക കേട്ടോ. അപ്പോൾ 200 + 200 400 ml. ഓക്കെ. ദെൻ അടുത്ത എന്താ വരുന്നത് നോക്കിയേ. എന്താണ് 1 ലിറ്റർ ക്യാൻ ഫിൽ 3 ടൈംസ് മേക്സ്. 1 ലിറ്ററിന് 3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്താൽ എത്ര വരിക, എത്രയാ, 1 ലിറ്ററിന് 3 പ്രാവശ്യം നമ്മൾ ഫില്ല് ചെയ്താൽ എത്രയാ, 3 വരിക അല്ലേ. അപ്പോൾ 3 ലിറ്റർ. ദെൻ 200 ml 2 പ്രാവശ്യം ഫില്ല് ചെയ്താൽ എത്ര വരിക, 200 + 200 എത്രയാണ്, 400 അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാ ടോട്ടൽ 3 ലിറ്റർ 400 ml എഴുതാം അല്ലേ. 400 ml എഴുതാം. ഓക്കെ. ഇപ്പോൾ ടോട്ടൽ 400 ml അല്ലേ. അപ്പോൾ ഇതാണ് വരിക. അപ്പോൾ 1 ലിറ്റർ പാത്രം കൊണ്ട് 3 തവണ അളന്നാൽ 3 ലിറ്റർ. 200 ml പാത്രം കൊണ്ട് 2 തവണ അളന്നാൽ 400 ml. പാലിൻ്റെ അളവ് 3 ലിറ്റർ 400 ml അല്ലേ. അതല്ലേ നേരത്തെ നമുക്ക് കിട്ടിയേ അല്ലേ. ദെൻ നോക്കൂ നെക്സ്റ്റ്. ബഷീർ കെയിം ടു ബൈ മിൽക്ക് ഫോർ ഹിസ് ടീ ഷോപ്പ്. ഹി വാസ് ഗിവൺ 3 ലിറ്റർ ഓഫ് ദ മിൽക്ക് ബ്രോട്ട് ബൈ ലജൂസ് ഫാദർ. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ്. അപ്പോൾ ബഷീർ എന്താക്കി, പാല് വാങ്ങാൻ ടീ ഷോപ്പിലേക്ക് എത്തി അല്ലേ. അപ്പോൾ എന്താണ് 3 ലിറ്ററാണ് എന്ത് അദ്ദേഹത്തിന് നൽകിയത്. പാൽ ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു എന്ത് 3 ലിറ്റർ പാൽ അദ്ദേഹത്തിന് നൽകിയത് അല്ലേ. ബഷീർ അങ്ങനെയാണ്. ഈ ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. എന്താണ് പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന്, ടീ ഷോപ്പുകാരൻ ബഷീറിന് എന്താണ് 3 ലിറ്റർ പാൽ കൊടുത്തത് ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു അല്ലേ. ബാക്കി എത്ര പാലുണ്ട്. പാല് വാങ്ങാൻ വന്ന ചായക്കടക്കാരൻ ബഷീറിന് 3 ലിറ്റർ പാല് കൊടുത്തത് എന്താണ്, ആരാണ്, ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാലിൽ നിന്നായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്. അപ്പോൾ ലജുവിൻ്റെ അച്ഛൻ കൊടുത്ത പാൽ എത്രയായിരുന്നു നമ്മൾ നേരത്തെ നോക്കും. നിങ്ങൾ എഴുതി എത്രയാണ് എന്താണ് ലജുവിൻ്റെ അച്ഛൻ പാല് കൊടുത്തിരുന്നു അല്ലേ. അത് എത്ര ലിറ്ററാണ്. അപ്പം ലജുവിൻ്റെ ഫാദർ കൊടുത്ത എത്രയാണ്, 5 ലിറ്ററാണ് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പം ബഷീർ വാങ്ങിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടീ ഷോപ്പിലേക്ക് വാങ്ങിയിരിക്കുന്ന എത്ര ലിറ്ററാണ്, 3 ലിറ്ററാണ് അല്ലേ. അപ്പം ബഷീർ വാങ്ങിയത് 3 ലിറ്ററാണ് അല്ലേ. ബഷീർ വാങ്ങിയത് എത്രയാണ്, ബഷീർ ബ്രോട്ടസ് ഈക്വൽ ടു എന്ത് ചെയ്തും, ബ്രോട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് വാങ്ങിയത് ബഷീർ ബ്രോട്ട് 3 ലിറ്റർ അല്ലേ. അപ്പം 3 ലിറ്റർ ചെയ്താൽ 3 ലിറ്റർ. ഓക്കെ. ഇനി 3 ലിറ്റർ. ദെൻ ഇനി എന്താണ് ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബാക്കി എത്ര ആയിരിക്കും, ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ബാക്കി എന്താ, ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു എന്താ ഇത് ബാക്കി എത്രയെന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ ബാലൻസ് ഇസ് ഈക്വൽ ടു
ഇസ് ഈക്വൽ ടു എത്രയാ? ബഷീർ വാങ്ങിയതും അതുപോലെ അച്ഛൻ കൊടുത്തതും മൈനസ് ചെയ്താൽ പോലെ. അച്ഛൻ്റെ കൊടുത്തത് എത്ര? ഇനി 5 അല്ലേ? 5ന്ന് ബഷീർ വാങ്ങിയ എത്രയാണ്? 3 അല്ലേ? അപ്പോൾ അത് രണ്ടും കൂടി മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 അല്ലേ? അപ്പോൾ 2 ലിറ്ററിന് ഇതാട്ടോ 2 ലിറ്ററാണ് എന്ത് ബാക്കി ഉണ്ടാവുക അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ, ബാക്കി എത്രയാണ്? 2 ലിറ്റർ മിൽക്ക് അല്ലേ? നെക്സ്റ്റ് സ്മോൾ മെഷേഴ്സ്. ഇനി ലിറ്ററാണല്ലോ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്മോൾ മെഷേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് അല്ലേ? അപ്പോൾ ചെറിയ മെഷേഴ്സ് എന്തൊക്കെയാണ് ചെറിയ മെഷേഴ്സ് എന്ന് പറയുന്നത്? റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. എന്തൊക്കെയാണ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെന്തിനുള്ളതാണ്? ഇതെന്തിനുള്ള അല്ലേ? കഴിക്കാൻ മരുന്നെടുക്കുന്നത്, നമ്മളെ മേല് കുത്തി വെക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? പിന്നെ മെഡിസിൻ അല്ലേ? പിന്നെ കറിയിൽ ഉപ്പിടുന്നതിനാണ് സ്പൂണ്. ഇതാണെങ്കിൽ എന്താ? മരുന്ന് കഴിക്കാൻ തന്നെ അല്ലേ? ഇതിനൊക്കെയാണ് അല്ലേ? പിന്നെ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മെഷറിങ് മെഡിസിൻ മെഷർ ചെയ്യാൻ, ആഡിങ് സോൾട്ട് ടു കറി, പിന്നെ എന്താണ്? ഉപ്പ് കറിയിൽ ഉപയോഗിക്കാൻ ഇടാൻ അല്ലേ? പിന്നെ ഇത് ഇഞ്ചക്ഷൻ ചെയ്യാൻ അല്ലേ? ടു ഇഞ്ചക്റ്റ്. പിന്നെ ഇത് എന്താ? ടു മെഷറിങ് മെഡിസിൻ തന്നെ അല്ലേ? പിന്നെ അതൊക്കെ തന്നെ അല്ലേ? ഹൗ മച്ച് മെഡിസിൻ ക്യാൻ ദ സ്മോൾ ഹോൾഡ്? അപ്പോൾ ചെറിയ സ്പൂണിൽ എത്ര മെഡിസിനാണ് കൊള്ളുക എന്ന് ചോദിച്ചിരിക്കുന്നത്. മെഷർ ആൻഡ് റൈറ്റ്. എന്താ മെഷർ ചെയ്തിട്ട് ഇത് വീട്ടിലുണ്ടാവില്ലേ? വീട്ടിൽ മെഡിസിൻ കഴിക്കുന്ന സ്പൂണുകളൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതിലെത്ര മെഷർ കൊള്ളുന്ന വെച്ച് അളന്നിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹൗ മച്ച് വാട്ടർ ക്യാൻ എ ബോട്ടിൽ ക്യാപ്പ് ഹോൾഡ്? മെഷർ ആൻഡ് റൈറ്റ്. പിന്നെ അതുപോലെ വെള്ളം ബോട്ടിൽ ക്യാപ്പിൽ ഈ ബോട്ടിൽ ക്യാപ്പിൽ എത്ര വെള്ളം കൊള്ളുന്ന ചോദിച്ചത് അല്ലേ? എന്താണ്? മരുന്ന് കഴിക്കുന്ന സ്പൂണിൽ എത്ര മില്ലിലിറ്റർ മരുന്ന് കൊള്ളും അളന്നെഴുതുക. കുപ്പിയുടെ അടപ്പിൽ എത്ര വെള്ളം കൊള്ളും അളന്നെഴുതുക. നെക്സ്റ്റ് എന്താ? അത്തർ സെയിൽസ് ആണ് അല്ലേ? ലെജേഴ്സ് ഫാദർ സെൽസ് അത്തർ ഓൾസോ. ഹി ബൈസ് അത്തർ ഫ്രം ഹോൾസെയിൽ മെർച്ചൻസ് ആൻഡ് സെൽ ഇറ്റ് ഇൻ 5 ലിറ്റർ ബോട്ടിൽ. ഹൗ മച്ച് അത്തർ ഈസ് നീഡഡ് ടു ഫിൽ 20 സച്ച് ബോട്ടിൽസ്? എന്താ അവിടെ പറഞ്ഞത്? അത്തർ കച്ചവടമാണ് അല്ലേ? ലജുവിന്റെ അച്ഛന് അത്തർ കച്ചവടം ഉണ്ട്. മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്തർ വാങ്ങി 5 മില്ലിലിറ്റർ കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത്. അങ്ങനെയാണ് 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ 20 മില്ലിലിറ്റർ എത്ര കുപ്പിയിൽ നിറയ്ക്കാന്നും ചോദിച്ചിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നോക്കിയേ, 5 മില്ലിലിറ്ററിന്റെ ബോട്ടിലാണുള്ളത് അല്ലേ? അതിലാണ് നിറയ്ക്കേണ്ടത്. അങ്ങനെയാണ് 20 മില്ലിലിറ്ററിന്റെ ബോട്ടിൽ നിറയ്ക്കണമെങ്കിൽ എത്ര അത്ര വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താ? 5 മില്ലിലിറ്റർ ആണല്ലോ ഒരു ബോട്ടിൽ. അങ്ങനത്തെ 2 ബോട്ടിലാണെങ്കിൽ 5 × 2 ചെയ്താൽ പോരെ? 3 ആണെങ്കിൽ 5 × 3 ചെയ്താൽ പോരെ? ഈ 4 ബോട്ടിലാണെങ്കിൽ 5 × 4 ബോട്ടിൽ ചെയ്താൽ പോരെ? അതേപോലെ 20 ബോട്ടിലാവുമ്പോൾ എന്താണ്? 5 × 20 ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം? 5 × 20 ചെയ്യാം അല്ലേ? 5 × 20 ഇസ് ഈക്വൽ ടു 5 × 20 എത്രയാണ്? 100 അല്ലേ? അപ്പോൾ 100 മില്ലിലിറ്റർ പറയും അല്ലേ? അപ്പോൾ 100 മില്ലിലിറ്റർ. ഓക്കെ, ഈ 100 മില്ലിലിറ്ററാണ് എന്ത്? നമുക്ക് ഈ 5 മില്ലിലിറ്റർ ബോട്ടിൽ എന്താണ്? 20 ബോട്ടിൽ നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ 20 ബോട്ടിൽ ഉണ്ടെങ്കിൽ എത്ര മൊത്തം എത്ര വേണ്ടി വരും? 5 × 20 ചെയ്യാം. അപ്പം എന്താണ്? 100 മില്ലിലിറ്റർ ആണ് കിട്ടുക കേട്ടോ. ഓക്കെ, ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 മില്ലിലിറ്റർ ഓഫ് അത്തർ? അങ്ങനെയാണെങ്കിൽ 20 മില്ലിലിറ്റർ ബോട്ടിലാണ് 20 മില്ലിലിറ്റർ അത്ര കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 20 മില്ലിലിറ്ററിനോട് എത്ര ബോട്ടിൽ നിറയ്ക്കാന്ന് വെച്ചത്. അപ്പം ഒരു ബോട്ടിൽ എത്രയാ? 5 മില്ലിലിറ്റർ അല്ലേ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാളെ കയ്യിൽ 20 മില്ലിലിറ്റർ അത്ര ഉള്ളത് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താക്കാം? അത് എത്ര ബോട്ടിൽ നിറയ്ക്കാന്ന് അറിയാമെന്നുണ്ടെങ്കിൽ എന്താക്കാം? 20 ഡിവൈഡഡ് ബൈ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക അല്ലേ? 20 ഡിവൈഡഡ് ബൈ 5. 20 മില്ലിലിറ്റർ ബോട്ടിൽ 20 മില്ലിലിറ്റർ അത്ര കയ്യിലുള്ളത് 5 മില്ലിലിറ്ററിന്റെ ബോട്ടിൽ. അങ്ങനത്തെ 5 മില്ലിലിറ്റർ ബോട്ടിൽ എന്താണ്? എത്ര ബോട്ടിൽ നിറയ്ക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 20 മില്ലിലിറ്ററിന്റെ സാധന കയ്യിലുള്ളത് അല്ലേ? അപ്പോൾ 20 മില്ലിലിറ്ററിനോട് ആ ബോട്ടിലിന്റെ അളവ് എഴുതുക അല്ലേ? ബോട്ടിലിന്റെ അളവ് എത്ര? 5 മില്ലിലിറ്റർ അല്ലേ? അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക?
ഈക്വൽ ടു എത്ര 20 ഡിവൈഡഡ് ബൈ 5 എത്രയാണ് 4 അല്ലേ ഹരിച്ചു നോക്കുക കേട്ടോ ഡിവൈഡ് ചെയ്ത് നോക്കുക അപ്പോൾ 4 എന്ന് കിട്ടും കേട്ടോ ഓക്കെ ഇതാണ് നമ്മളെ ആൻസർ വരുന്നത് ഓക്കെ അപ്പം ലജുവിൻ്റെ അച്ഛൻ അത്ര കച്ചവടമുണ്ട് മൊത്ത കച്ചവടക്കാരിൽ നിന്നും അത്ര വാങ്ങി 5 മില്ലി കുപ്പിയിൽ നിറച്ചാണ് കച്ചവടം ചെയ്യുന്നത് 20 കുപ്പിയിൽ നിറയ്ക്കാൻ എത്ര അത്തർ വേണമെന്ന് ആവശ്യത് അപ്പോൾ 5 × 20 100 ml ഇതാ ഇനി 20 മില്ലി എത്ര കുപ്പിയിൽ നിറയ്ക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ 20 മില്ലി ലിറ്ററിനോട് ഈ 5 ഒരു ബോട്ടിൽ 5 മില്ലി ലിറ്ററിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ അങ്ങനെ ആകുമ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക അപ്പോൾ 4 എന്ന് കിട്ടും അല്ലേ 4 കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റും ഓക്കെ ദെൻ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് സൂപ്പർ മാർക്കറ്റ് ആണ് അല്ലേ അപ്പോൾ എന്താണ് അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്